പ്രിയപ്പെട്ടവരെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 4ാം സെമസ്റ്ററിലെ ദൃശ്യകലാ സാഹിത്യം എന്ന പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നിഴൽക്കൂത്ത് കുറിപ്പ് തയ്യാറാക്കുക. തോൽപ്പാവക്കൂത്തിൻ്റെ ആദ്യ നാമധേയമാണ് നിഴൽക്കൂത്ത് എന്നത്. തോൽപ്പാവക്കൂത്തിൻ്റെ ആദ്യ പേര് നിഴൽക്കൂത്ത് എന്നായിരുന്നു. പാവകളുടെ നിഴലുകൾ കൂത്തുമാടത്തിലെ തിരശ്ശീലയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള അവതരണം ആയതുകൊണ്ടാണ് ഇതിന് നിഴൽക്കൂത്ത് എന്ന പേര് ലഭിച്ചിട്ടുള്ളത്. പാവകളുടെ നിഴലുകൾ കൂത്തുമാടത്തിലെ തിരശ്ശീലയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള അവതരണമായതുകൊണ്ടാണ് ഇതിന് നിഴൽക്കൂത്ത് എന്നൊരു പേര് ലഭിച്ചത്. കഥാപാത്രങ്ങളില്ലാതെ രൂപങ്ങളെ കൊണ്ട് നിഴലും വെളിച്ചവും ഉപയോഗിച്ച് വികാസം പ്രാപിച്ച കലാരൂപമാണിത്. കഥാപാത്രങ്ങളൊന്നും തന്നെ ഇല്ലാതെ രൂപങ്ങളെ കൊണ്ട് നിഴലും വെളിച്ചവും ഉപയോഗിച്ച് വികാസം പ്രാപിച്ച കലാരൂപമാണിത്. ഭഗവതി കാവുകളിലാണ് ഇത് അരങ്ങേറാറുള്ളത്. ഭഗവതി കാവുകളിൽ പ്രത്യേകമായും കെട്ടിയുണ്ടാക്കിയ കളി അരങ്ങിലാണ് ഇത് നടത്തുന്നത്. കളിയരങ്ങുണ്ട്, പ്രത്യേകമായി കെട്ടിയുണ്ടാക്കിയ ഒന്നാണിത്. കൂത്തുമാടങ്ങൾ എന്നാണ് നിഴൽക്കൂത്തിൻ്റെ വേദിയെ വിളിക്കുന്നത്. സ്ഥിരമായിട്ടുള്ള നിഴൽക്കൂത്ത് വേദികൾ 70ഓളം കേരളത്തിലുണ്ട്. കമ്പരാമായണത്തിൽ നിന്ന് സന്ദർഭത്തിന് അനുയോജ്യമായ വിരുത്തങ്ങൾ പാടുകയും അതിൻ്റെ ആശയത്തെ വ്യാഖ്യാനിച്ച് പറയുകയും ഒപ്പം പാവകളുടെ നിഴൽ വെളുത്ത തുണിയിൽ പ്രതിഫലിപ്പിച്ച് കാട്ടും വിധം പാവകളെ ചലിപ്പിക്കുകയാണ് പാവക്കൂത്തിൻ്റെ അവതരണ രീതി. അടുത്ത ചോദ്യം, പൊറാട്ടുകളി. അനുഷ്ഠാനാംശം ഇല്ലാത്ത നാടോടി നാടകമാണ് പൊറാട്ടുകളി. അനുഷ്ഠാനാംശം ഇല്ലാത്ത നാടോടി നാടകം പൊറാട്ട് നാടകം എന്നും ഇത് അറിയപ്പെടുന്നു. നേരം പോക്കിനായി പല വേഷങ്ങൾ കെട്ടി അഭിനയിക്കുന്ന ഹാസ്യാനുകരണമാണിത്. നേരം പോക്കിന് വേണ്ടി പല വേഷങ്ങൾ കെട്ടി അഭിനയിക്കുന്ന ഹാസ്യാനുകരണമാണിത്. ചിരിക്കും ചിന്തയ്ക്കുമെല്ലാം സാമൂഹിക വിമർശനം നിർവഹിക്കുന്ന ഈ കലയെ സ്വതന്ത്രമായോ മറ്റ് കലാപ്രകടനങ്ങളുടെ ഭാഗമായോ അവതരിപ്പിക്കുന്നു. കണ്യാർകളി, കൊന്ത്രാൻപാട്ട്, തെയ്യം തുടങ്ങിയ അനുഷ്ഠാന കലകളിൽ പോലും പൊറാട്ടുകൾക്ക് സ്ഥാനമുണ്ട്. കാക്കാരശ്ശി നാടകം, വടക്കൻ കുറത്തിയാട്ടം തുടങ്ങിയവ സ്വതന്ത്രമായി അവതരിപ്പിക്കുന്ന പൊറാട്ട് നാടകങ്ങളാണ് എന്ന് പറയാം. കാക്കാരശ്ശി നാടകം, വടക്കൻ കുറത്തിയാട്ടം തുടങ്ങിയവ സ്വതന്ത്രമായി അവതരിപ്പിക്കുന്ന പൊറാട്ട് നാടകങ്ങളാണ് എന്ന് പറയാം. പാണ സമുദായത്തിൽപ്പെട്ടവരാണ് പൊറാട്ട് കെട്ടാറുള്ളത്. പൊറാട്ടായിട്ട് മാറുന്നത് പാണ സമുദായത്തിൽപ്പെട്ടവരാണ്. സാമാന്യ ജനങ്ങളെ രസിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ളതാണ് പൊറാട്ടുകൾ. ഇത് തികച്ചും ജനകീയ കലയാണ്. സാമാന്യ ജനങ്ങളെ രസിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടുള്ള ഒന്നാണ് ഇത്. പൊറാട്ടുകൾ തികച്ചും ജനകീയമായിട്ടുള്ള ഒരു കലയാണെന്ന് പറയാം. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ, ചിറ്റൂർ എന്നിവിടങ്ങളിൽ പൊറാട്ട് സംഘങ്ങൾ ഇന്നും സജീവമായിട്ടുണ്ട്. കോമാളി അഥവാ ബഫൂൺ, മണ്ണാനും മണ്ണാത്തിയും, കുറവനും കുറത്തിയും, ദാസി, പൂക്കാരി, ചോദ്യക്കാരൻ എന്നീ കഥാപാത്രങ്ങളാണ് ഈ പൊറാട്ടിലുള്ളത്. കോമാളി അഥവാ ബഫൂൺ, മണ്ണാനും മണ്ണാത്തിയും, കുറവനും കുറത്തിയും, ദാസി, പൂക്കാരി, ചോദ്യക്കാരൻ എന്നിവ. ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ചെണ്ട, മദ്ദളം, ഹാർമോണിയം, ഇലത്താളം എന്നിവയാണ്. ചെണ്ട, മദ്ദളം, ഹാർമോണിയം, ഇലത്താളം. സംഗീതത്തിനും നൃത്തത്തിനും ഇതിൽ പ്രധാനമായ സ്ഥാനമുണ്ട്. സംഗീതത്തിനും നൃത്തത്തിനും പൊതുവിൽ സ്ത്രീവേഷം കെട്ടുന്നതും പുരുഷന്മാർ തന്നെയാണ്. അതത് ജാതിക്കാരുടെ ഭാഷയിൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ ആക്ഷേപഹാസ്യത്തിലൂടെയും സാമൂഹിക വിമർശനത്തിലൂടെയും അവതരിപ്പിക്കുന്നു. കോൽക്കളി എന്താണെന്ന് പരിചയപ്പെടുത്തുക. നാടൻ കലാരൂപമാണ് കോൽക്കളി. ദേശ വ്യത്യാസങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. മാപ്പിളമാരുടെ ഇടയിലും ഹിന്ദുക്കളുടെ ഇടയിലും കോൽക്കളി ഉണ്ട്. അപ്പോൾ നാടൻ കലാരൂപമായിട്ടുള്ള കോൽക്കളിക്ക് ദേശവ്യത്യാസം കാണുന്നുണ്ട്. മാപ്പിളമാരുടേതല്ലാത്ത കോൽക്കളിയിൽ ത്രിമൂർത്തി സാന്നിധ്യം സൂചിപ്പിക്കും വിധം 3 തിരയുള്ള വിളക്ക് കത്തിച്ച് വെച്ച് വട്ടത്തിൽ നിന്ന് ദൈവസ്തുതികൾ ചൊല്ലിയാണ് തുടക്കം. മുസ്ലിങ്ങളുടേതല്ലാത്ത കോൽക്കളിയിലാണ് ത്രിമൂർത്തി സാന്നിധ്യം ഉള്ളത്. 3 തിരിയുള്ള വിളക്ക് കത്തിച്ച് വെച്ച് വട്ടത്തിൽ ദൈവസ്തുതികൾ ചൊല്ലിയാണ് ആരംഭിക്കുന്നത്. ഇത് ഭക്തിപൂർവ്വം ചെയ്യുന്നത് കൊണ്ടാകാം ചടുലതയും വേഗവും ഇതിന് കുറവാണ്.
ചടുലതയും വേഗവും കുറവുള്ള ഒന്നാണ് കോൽക്കളി. അറയ്ക്കൽ രാജാവിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് മോടിക്കൂട്ടാനായി മാപ്പിളമാർ ഒത്തുചേർന്ന് രൂപം കൊടുത്തതാണ് ഈ കലാരൂപമെന്ന് വിശ്വസിക്കുന്നു. ഈ വേളയിൽ കൊണ്ടോട്ടി ഓട്ടുപാറയ്ക്കൽ മൊയിൻകുട്ടി വൈദ്യർ കണ്ണൂരിൽ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹമാണ് കോൽക്കളിക്ക് ഒപ്പന, ചായൽ, മുറുക്കത്തിൽ കളിപ്പാട്ട് രചിച്ചതെന്നും പറയപ്പെടുന്നു. 3 വരി ദ്രുതഗതിയിലുള്ള വൃത്തങ്ങളാണ് ഇതിന് പാടാറുള്ളത്. 3 വരി ദ്രുതഗതിയിലുള്ള വൃത്തങ്ങൾ കോൽക്കളിക്കായി ഉപയോഗിക്കുന്നു. അടക്കത്താളം വരെ പാട്ടിൽ ഉൾക്കൊള്ളുന്ന ഈ കളി കടൽ തൊഴിലാളിയായ കാപ്പാട്ടു ദേശക്കാരനായ പൊക്കൻ കുരിക്കൽ കണ്ണൂരിൽ നിന്ന് പഠിച്ചിട്ട് കണ്ണൂരിന് തെക്കുള്ള തിക്കൊടി, കൊയിലാണ്ടി, കാപ്പാട്, കോഴിക്കോട് എന്നിവിടങ്ങളിലാകെ പഠിപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. കോഴിക്കോട്ടുകാരനായ ഹുസൈൻ കുരിക്കൽ, ഇബ്രാഹിം കുരിക്കൽ എന്നിവരുടെ കീഴിൽ നിരവധി ശിഷ്യന്മാർ ഉണ്ടായി. കോൽക്കളിയുടെ ചരിത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. കോൽക്കളിയിൽ മൊയിൻകുട്ടി വൈദ്യർ ചായൽ മുറുക്കത്തിൽ കളിപ്പാട്ടുകൾ രചിച്ചിട്ടുണ്ട്. മാപ്പിള കോൽക്കളിയിൽ മുസ്ലിം പരമ്പരാഗത വേഷങ്ങളാണ് ഇടാറുള്ളത്. പുരുഷന്മാരാണ് മാപ്പിള കോൽക്കളി കളിക്കുന്നത്. മുണ്ടും ബനിയനും തൊപ്പിയും ഇട്ടാണ് ഇത് ചെയ്യുന്നത്. അടുത്ത ചോദ്യം ദഫ് മുട്ടാണ്. അറേബ്യൻ സംസ്കാരത്തിൽ നിന്ന് കേരളത്തിലേക്കെത്തിയ ഒരു കലാരൂപമാണ് ദഫ് മുട്ട്. അറേബ്യൻ സംസ്കാരത്തിൽ നിന്ന് കേരളത്തിലെത്തിയ ഒരു കലാരൂപം. ആദ്യകാലത്ത് പള്ളികളിലും അകത്തളങ്ങളിലുമാണ് അവതരിപ്പിച്ചിരുന്നത്. പഴയകാലത്ത് രോഗനിവാരണത്തിനും രോഗശമനത്തിനും നേർച്ചയായിട്ട് ഈ അനുഷ്ഠാനത്തെ കണ്ടിരുന്നു. ആദ്യകാലത്തൊരു അനുഷ്ഠാനമായിട്ടാണ് ദഫ് മുട്ട് അവതരിപ്പിച്ചിരുന്നത്. രോഗശമനത്തിനും രോഗനിവാരണത്തിനും നേർച്ചയായിട്ട് ദഫ് മുട്ട് നടത്തിയിരുന്നു. പിന്നീട് ഇത് സാംസ്കാരിക പരിപാടികളിലും യുവജനോത്സവങ്ങളിലും ആഘോഷവേളകളിലും കാണാൻ തുടങ്ങി. 8 ഇഞ്ച് വ്യാസവും 4 ഇഞ്ച് ഉയരവും 3/4 ഇഞ്ച് കനവുമുള്ള പ്ലാവിൻ വേരിൽ തീർത്ത കുറ്റിയിൽ ആട്ടിൻതോൽ ഉറക്കിട്ടത് വരിഞ്ഞു മുറുകി തലക്ക് പിച്ചളക്കട്ടിയുള്ള ഉപകരണമാണ് ദഫ് എന്നത്. ദഫ് മുട്ടിക്കളിക്കുന്നതാണ് ദഫ് മുട്ട് എന്ന് പറയാം. അപ്പോൾ ദഫാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അറബി ബൈത്തുകളാണ് ദഫ് മുട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. അറബി ബൈത്തുകൾ. അപ്പോൾ അറബി ബൈത്ത് എന്താണെന്ന് നോക്കാം. മുസ്ലിം സമുദായത്തിലുള്ളവർ സംഘമായി പാടുന്ന അറബി പാരമ്പര്യത്തിലുള്ള അല്ലെങ്കിൽ സമ്പ്രദായത്തിലുള്ള ഗാന സമ്പ്രദായമാണ് ബൈത്ത് എന്നത്. മുസ്ലിം സമുദായത്തിലുള്ളവർ സംഘമായി പാടുന്ന അറബി പാരമ്പര്യത്തിലുള്ള അല്ലെങ്കിൽ സമ്പ്രദായത്തിലുള്ള ഗാന സമ്പ്രദായമാണ് ഇത്. സ്വലാത്ത് പ്രാർത്ഥനയോടുകൂടിയാണ് ബൈത്ത് ആരംഭിക്കുന്നത്. സ്വലാത്ത് എന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയോടുകൂടിയാണ് ബൈത്തുകൾ ആരംഭിക്കുന്നത്. മുഹമ്മദ് നബി മക്കയിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ മദീനയിലെ അൻസാരി പെൺകുട്ടികൾ 8 ഇഞ്ച് വ്യാസമുള്ള ചെറിയ ദഫ് മുട്ടി ബൈത്ത് ചൊല്ലിയാണ് സ്വീകരിച്ചത് എന്ന് പറയപ്പെടുന്നു. മുസ്ലിം സ്ത്രീകൾ കേരളത്തിൽ ദഫ് മുട്ടിയിരുന്നില്ല. ഇപ്പോൾ സ്ത്രീകൾ ദഫ് അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ദഫ് തലയ്ക്ക് മീതെ കൊണ്ടുപോകാനോ മുട്ടുകാലിൽ താഴെ കൊണ്ടുപോകാനോ പാടില്ലാത്ത വിധം ചരിഞ്ഞും ചാഞ്ഞും മുട്ടുകുത്തി ഇരുന്നും ആണ് അവതരിപ്പിക്കുന്നത്. ചുരുങ്ങിയത് 8 പേരിൽ കുറയാതെയും 10 പേരിൽ കവിയാതെയും സ്ത്രീകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പുരുഷന്മാരാണ് അവതരിപ്പിച്ചിരുന്നത്. ഇന്നിപ്പോൾ സ്ത്രീകളും അവതരിപ്പിക്കുന്നുണ്ട്. അറബന മുട്ട് കുറിപ്പ് തയ്യാറാക്കുക. അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മതപ്രചരണത്തോടൊപ്പം എത്തിച്ചേർന്ന ഒരു കലാരൂപമാണ് അറബന. കേരളത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു കലാരൂപമാണ് അറബന എന്നത്. റാത്തീബ്, കുത്തുറാത്തീബ്, റിഫായി ശൈലിയിൽ കഴിക്കുന്ന റാത്തീബ് തുടങ്ങിയ അനുഷ്ഠാനങ്ങൾക്കൊപ്പമാണ് അറബന അവതരിപ്പിക്കാറുള്ളത്. ഇതൊരു ഭക്തിപ്രധാനമുള്ള ഒരു കലാരൂപമാണ് ഇത്. റാത്തീബ്, കുത്തുറാത്തീബ്, റിഫായി ഷെയ്ഖിൻ്റെ പേരിൽ കഴിക്കുന്ന റാത്തീബ് തുടങ്ങിയ അനുഷ്ഠാനങ്ങൾക്കൊപ്പമാണ് ഇത് അവതരിപ്പിക്കുന്നത്. ആശയസമ്പുഷ്ടതയും താളവും ശ്രുതിയുമൊത്ത മാപ്പിളപ്പാട്ടുകൾക്കൊപ്പമോ അറബി പാട്ടുകൾക്കൊപ്പമോ ആണ് അറബനമുട്ട് അവതരിപ്പിക്കുന്നത്. മാപ്പിളപ്പാട്ടുകളോ അല്ലെങ്കിൽ അറബി പാട്ടുകളോ ആണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. 18 ഇഞ്ച് വ്യാസവും 3 ഇഞ്ച് വീതിയും 3/4 ഇഞ്ച് ഘനവുമുള്ള 5 കഷ്ണങ്ങൾ ചേർത്ത് തോല് ഉറക്കിട്ട് മേൽക്കഷ്ണത്തിൽ ഉറപ്പിച്ച് 5 ചിലമ്പും ഘടിപ്പിക്കുന്നു. ഇതിനായിട്ട് അയിനി, പിലാവ്, പനിച്ചി എന്നീ മരങ്ങളുടെ വേര് അറുത്ത് ഉപയോഗിക്കുന്നു. ആട്ടിൻതോൽ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ നാദം കിട്ടും. വസൂരി, കോളറ തുടങ്ങിയ
പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിരുന്ന കാലങ്ങളിൽ അറബനമുട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. വസൂരി, കൊള്ള തുടങ്ങിയ പകർച്ചവ്യാധികൾ വരാതിരിക്കാൻ നേർച്ചയായിട്ടും മറ്റും ഇത് പഴയ കാലങ്ങളിൽ ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മുറാദിയ മുറാദിയ മുറാദി എന്ന് തുടങ്ങുന്ന ബൈത്ത് ചൊല്ലിയാണ് അറബന ആരംഭിക്കുന്നത്. മുറാദിയ മുറാദിയ മുറാദി എന്നീ ബൈത്തുകൾ ചൊല്ലിയാണ് അറബന ആരംഭിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസിക്കൽ അരങ്ങിൻ്റെ ചിട്ടവട്ടങ്ങൾ. ഭാരതീയ രംഗകലകളുടെ ചരിത്രം അജ്ഞാതമാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രം കലകളെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നു. ചാക്യാർകൂത്ത്, പാടകം, കൂടിയാട്ടം, തുള്ളൽ, കഥകളി, മോഹിനിയാട്ടം തുടങ്ങിയ ക്ലാസിക്കൽ കലകളുടെ അരങ്ങിന് നിയതമായ ചില വ്യവസ്ഥകളുണ്ട്. ചാക്യാർ കലകൾ അവതരിപ്പിക്കേണ്ടത് അഷ്ടബന്ധ പ്രതിഷ്ഠ ചെയ്ത കലശം ചെയ്ത ദേവാലയങ്ങളിലായിരിക്കണം. ചാക്യാർ കലകൾ അവതരിപ്പിക്കേണ്ടത് അഷ്ടബന്ധ പ്രതിഷ്ഠ ചെയ്ത കലശം ചെയ്ത ദേവാലയങ്ങളിലായിരിക്കണം. ശ്രീകോവിലിന് വലതു വശത്ത് വാസ്തുശാസ്ത്രവിധി അനുസരിച്ച് നിർമ്മിച്ച കൂത്തമ്പലത്തിലാണ് കൂത്തും കൂടിയാട്ടവും നടത്തേണ്ടത്. ഇപ്പോൾ കൂത്തും കൂടിയാട്ടവും കൂത്തമ്പലങ്ങളിലാണ് നടത്തേണ്ടത്. ശ്രീകോവിലിൻ്റെ വലതുവശത്ത് വാസ്തുശാസ്ത്രവിധി അനുസരിച്ച് നിർമ്മിച്ച കൂത്തമ്പലമായിരിക്കണം. നാട്യമണ്ഡപത്തിൻ്റെ ചിട്ടവട്ടങ്ങളെക്കുറിച്ച് ഭരതമുനി നാട്യശാസ്ത്രത്തിൽ വിവരിക്കുന്നുമുണ്ട്. അഭിനയിക്കാനുള്ള ഉയർന്ന രംഗപീഠം, അതിന് പിറകിലായി അണിയറ, കാണികൾക്ക് ഇരുന്ന് കാണാനുള്ള പ്രേക്ഷാഗൃഹം എന്നിവയെല്ലാം കൂത്തമ്പലങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കൂത്തമ്പലത്തിൽ ഉയർന്ന രംഗപീഠം ഉണ്ടായിരിക്കണം. അതിന് പിറകിൽ അണിയറ വേണം. കാണികൾക്ക് ഇരുന്ന് കാണാനുള്ള പ്രേക്ഷാഗൃഹം വേണം. കേരളത്തിലെ കൂത്തമ്പലങ്ങൾ തന്ത്രസമുച്ചയത്തെയും ശില്പരത്നത്തെയും ആശ്രയിച്ചാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അഭിനയത്തോട് ചേർന്നാണ് വാദ്യം ഇടാനുള്ള മൃദംഗപദം. കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും വാദ്യം മിഴാവാണ്. അഭിനയ സ്ഥാനത്തിന് പിന്നിലിരുന്ന് മിഴാവ് കൊട്ടുന്നത് നമ്പ്യാരാണ്. അഭിനയ സ്ഥാനത്തിൻ്റെ വലത് വശത്ത് മുണ്ടു വിരിച്ച് അതിലിരുന്ന് നങ്ങ്യാർ കുഴിത്താളം കൊണ്ട് താളം പിടിക്കുന്നു. അഭിനയസ്ഥാനത്തിൻ്റെ വലതുവശത്ത് മുണ്ട് വിരിച്ച് അതിലിരുന്നാണ് നങ്ങ്യാർ കുഴിത്താളം കൊണ്ട് താളം പിടിക്കുന്നത്. കൂടിയാട്ടത്തിൽ കുരുത്തോല, കുലവാഴ, പട്ടുകൂറയും എന്നിവ രംഗത്തുള്ള നിശ്ചിത തൂണുകളിൽ വെച്ച് കെട്ടി രംഗം അലങ്കരിക്കുന്നു. കഥകളിക്കുള്ളതുപോലെ തോടയം ഇതിനുമുണ്ട്. കൂടിയാട്ടം നടക്കുന്ന രംഗത്ത് 3 തിരികൾ വയ്ക്കുന്നത് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ ത്രിമൂർത്തികളുടെ പ്രതീകമായാണ്. കണ്ണിൻ്റെ അഭിനയമാണ് കൂടിയാട്ടത്തിനുള്ളത്. അതിനാൽ പ്രേക്ഷകന് അത് വ്യക്തമായി ലഭിക്കാൻ വേണ്ടി നടൻ്റെ ദൃഷ്ടിക്ക് നേരെ വിളക്കിലെ 2 തടിച്ച തിരികൾ ഇട്ടിരിക്കും. വിളക്കിൻ്റെ ഉയരം 1 കോലും 4 വിരലും എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട്. വിളക്ക് ജ്വലിക്കുന്നത് നടൻ്റെ ദൃഷ്ടിക്ക് സമാന്തരമാകാൻ വേണ്ടിയാണിത്. അരങ്ങിലെ കഥാപാത്രത്തിന് സമയമെടുത്തുള്ള അഭിനയ സന്ദർഭമാണുള്ളതെങ്കിൽ കൂടെയുള്ള കഥാപാത്രം അണിയറയിലേക്ക് പോകാറുണ്ട്. പാടകത്തിന് പ്രത്യേക വേദി വേണ്ട. ക്ഷേത്ര പരിസരത്തോ മതിൽക്കെട്ടിനകത്തോ വെച്ച് ഇത് നടത്താവുന്നതാണ്. നിലവിളക്കിന് മുന്നിൽ വെച്ചാണ് ഇതിൻ്റെ കഥ പറയുന്നത്. ഓട്ടൻ തുള്ളലിൽ മുഖത്ത് പച്ച തേച്ച് കണ്ണും പുരികവും എഴുതി തലയിൽ കൊണ്ട കെട്ടി അലങ്കരിച്ച് തോൾവളയും കാൽച്ചിലങ്കയും അണിയാറുണ്ട്. ഓട്ടൻ തുള്ളലിൽ മുഖത്ത് പച്ച തേച്ച് കണ്ണും പുരികവും എഴുതി തലയിൽ കൊണ്ട കെട്ടി മുഖത്ത് പച്ച തേച്ച് കണ്ണും പുരികവും എഴുതി തലയിൽ കൊണ്ട കെട്ടി അലങ്കരിച്ച് തോൾവളയും കാൽച്ചിലങ്കയും അണിയും. നടൻ അരങ്ങിൽ വന്ന ശേഷം കിരീടം അണിയുകയുള്ളൂ. ശീതങ്കം തുള്ളലിൽ വെളുത്ത പൊട്ടു തൊടും. വെളുത്ത തുണി കൊണ്ട് തലയിൽ കൊണ്ട കെട്ടും. ശീതങ്കത്തിന് വെളുത്ത പൊട്ടു തൊടും. വെളുത്ത തുണി കൊണ്ട് തലയിൽ കൊണ്ട കെട്ടും. കൊണ്ടയെ കറുത്ത ഉറുമാലുകൊണ്ട് പൊതിയും. കുരുത്തോല മാലയാണ് ധരിക്കുന്നത്. കുരുത്തോല മാലയാണ് ഇടുന്നത്. ചുണ്ട് ചുവപ്പിക്കുകയും മാറിൽ കളഭം തേക്കുകയും ചെയ്യുന്നു. കുരുത്തോല കൊണ്ടുള്ള പൂക്കൾ തലയിലും മാറിലും കൈകളിലും അണിയും. കുരുത്തോല കൊണ്ടുള്ള പൂക്കൾ തലയിലും മാറിലും കൈകളിലും അണിയും.
സർപ്പാകൃതിയുള്ള മുടിയാണ് പറയൻതുള്ളലിനുള്ളത്. പറയൻതുള്ളലിൽ സർപ്പാകൃതിയിലുള്ള മുടിയാണ്. ചിലമ്പ് വലത്തെ കാലിലാണ്, ഒപ്പം കച്ചമണിയും ഉണ്ട്. ചിലമ്പ് വലത്തെ കാലിലും കൂടെ കച്ചമണിയും ഉണ്ടായിരിക്കും. ഒറ്റക്കാലിലാണ് പറയൻതുള്ളലിലെ നൃത്തം. പ്രത്യേകമായ വേദീസങ്കല്പമൊന്നും തുള്ളലിനില്ല. പായയോ പനമ്പോ നിലത്ത് വിരിച്ച് അതിലാണ് തുള്ളുന്നത്. പായയോ പനമ്പോ നിലത്ത് വിരിച്ച് അതിൽ തുള്ളുന്നു. മേളക്കാർ നടൻ്റെ പിന്നിൽ നിൽക്കുകയും നടൻ പാടിക്കൊടുക്കുന്നത് ഏറ്റുപാടുകയും ചെയ്യുന്നു. മേളക്കാർ നടൻ്റെ പിറകിലാണ്, നടൻ പാടുന്നത് ഏറ്റുപാടുകയാണ് പിറകിലുള്ളവർ. കഥകളിയിൽ രംഗസംവിധാനം ഏറ്റവും ലളിതമായ രംഗസംവിധാനമുള്ള കലാരൂപമാണ് കഥകളി. നടൻ്റെ ഭാവം വെളിവാക്കുന്നതിന് ഉപകരിക്കും വിധൽ എണ്ണ ഒഴിക്കുന്ന ഒരു കളിവിളക്കും ചതുരാകൃതിയിലുള്ള ഒരു തിരശീലയുമാണ് രംഗത്തുള്ളത്. നടൻ്റെ ഭാവം വെളിവാക്കാൻ വേണ്ടി എണ്ണ ഒഴിക്കുന്ന ഒരു കളിവിളക്കുണ്ടായിരിക്കും. ചതുരാകൃതിയിലുള്ള ഒരു തിരശീലയുമുണ്ട്. ശൂന്യമായ രംഗവേദിയിൽ നിന്ന് നടൻ തൻ്റെ അഭിനയത്തിലൂടെ രംഗത്ത് പ്രേക്ഷകരുമായി പലതും സൃഷ്ടിക്കുകയായിരുന്നു. മോഹിനിയാട്ടത്തിൽ ആർഭാടം ജനിപ്പിക്കാത്ത ആഭരണങ്ങളും അതിമൃദുലമായ അംഗചലനങ്ങളും ലളിതമായ ഭാവാഭിനയവുമാണ് ഉള്ളത്. മോഹിനിയാട്ടത്തിൽ ആർഭാടം ജനിപ്പിക്കാത്ത ആഭരണങ്ങൾ, അതിമൃദുലമായ അംഗചലനങ്ങളും ലളിതമായ ഭാവാഭിനയവും ഉണ്ട്. പാട്ടും നൃത്തവും പക്കമേളവും സമന്വയിക്കുന്നതാണ് മോഹിനിയാട്ടം. പാട്ട്, നൃത്തം, പക്കമേളം ഇവ സമന്വയിക്കുന്നതാണ്. ഈ കലയ്ക്ക് അനുബന്ധമായി ശ്രേഷ്ഠമായ സാഹിത്യ സമ്പത്തും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് സംസ്കൃത നാടക വിവർത്തനങ്ങൾ. സംസ്കൃത ഭാഷയിലാണ് നാടകം എന്ന കലാരൂപത്തിൻ്റെ പൂർണ്ണ വളർച്ചയെത്തിയ രൂപം കാണാൻ കഴിയുന്നത്. കാളിദാസൻ, ഭാസൻ തുടങ്ങിയ കവിവര്യന്മാരുടെ സർഗസമ്പത്തിനെ മലയാളികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് അവരുടെ നാടകങ്ങൾ മലയാളത്തിലേക്ക് തർജിമ ചെയ്തത്. ആയില്യം തിരുനാളിൻ്റെ ഭാഷാശാകുന്തളം ഗദ്യം 1880 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആയില്യം തിരുനാൾ ഭാഷാശാകുന്തളം ഗദ്യം 1880 പ്രസിദ്ധീകരിച്ചത്. പക്ഷേ ഇത് രംഗത്ത് അവതരിപ്പിക്കപ്പെട്ടില്ല. 1882 കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അഭിജ്ഞാന ശാകുന്തളം എന്ന പേരിൽ ശാകുന്തളം തർജ്ജമ ചെയ്തു. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ 1882 അഭിജ്ഞാന ശാകുന്തളം, കാളിദാസൻ്റെ ശാകുന്തളം അഭിജ്ഞാന ശാകുന്തളം എന്ന പേരിൽ തർജ്ജമ ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ ഭാഷ സുഗ്രാഹ്യമല്ലെന്ന് സ്വയം ബോധ്യപ്പെട്ടതുകൊണ്ട് 1912 ഈ കൃതിയിലെ സംസ്കൃത പദബാഹുല്യം കുറച്ചുകൊണ്ട് മണിപ്രവാള ശാകുന്തളം എന്ന പേരിൽ വിവർത്തനം തയ്യാറാക്കി. ഇതിലെ സംസ്കൃത പദങ്ങളെല്ലാം പരമാവധി ഒഴിവാക്കി പിന്നീട് മണിപ്രവാള ശാകുന്തളം എന്ന പേരിൽ അദ്ദേഹം വിവർത്തനം ചെയ്യുകയുണ്ടായി. ഇത് 1912 കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ ഈ 2 നാടകങ്ങളും അരങ്ങത്ത് അവതരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ മാർഗം പിന്തുടർന്ന് പലരും അരങ്ങിൽ അഭിനയിക്കാനല്ലാതെ തന്നെ സംസ്കൃത നാടകങ്ങൾ വിവർത്തനം ചെയ്യുകയുമുണ്ടായി. കാളിദാസൻ, ഭാസൻ, ഭവഭൂതി, ശുക്രകൻ, ശക്തിഭദ്രൻ തുടങ്ങിയവരുടെ നാടകങ്ങൾക്ക് നിരവധി തർജ്ജമകളാണ് ഉണ്ടായിട്ടുള്ളത്. കാളിദാസൻ, ഭാസൻ, ഭവഭൂതി, ശുക്രകൻ, ശക്തിഭദ്രൻ ഇവരുടെ നാടകങ്ങൾക്ക് നിരവധി തർജ്ജമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. 1889 ചാത്തുക്കുട്ടി മന്നാടിയാർ രാമഭദ്രദീക്ഷിതരുടെ ജാനകി പരിണയം, ഭവഭൂതിയുടെ ഉത്തരാരാമചരിതം, കെ നാരായണമേനോൻ കാളിദാസൻ്റെ മാളവികാഗ്നിമിത്രം, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയും കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും കാളിദാസൻ്റെ തന്നെ വിക്രമോർവശീയം, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ശക്തിഭദ്രൻ്റെ ആശ്ചര്യ ചൂടാമണി എന്നീ വിവർത്തനങ്ങളും തയ്യാറാക്കുകയുണ്ടായി. കാളിദാസൻ്റെയും മറ്റും കൃതികൾ നിരവധി ആളുകളാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത്. കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തിന് AR രാജരാജവർമ്മ രചിച്ച മലയാള പരിഭാഷയാണ് മലയാള ശാകുന്തളം. ARൻ്റെ ശാകുന്തള പരിഭാഷയാണ് മലയാള ശാകുന്തളം എന്ന കൃതി. ഭാസൻ്റെ സ്വപ്നവാസവദത്തം, ചാരുദത്തം, കാളിദാസൻ്റെ മാളവികാഗ്നിമിത്രം തുടങ്ങിയ സംസ്കൃത നാടകങ്ങളും AR തർജ്ജമ ചെയ്തിട്ടുണ്ട്. ARൻ്റെ മറ്റ് തർജ്ജമ കൃതികളാണ് ഭാസൻ്റെ സ്വപ്നവാസവദത്തം, അതുപോലെ ചാരുദത്തം, കാളിദാസൻ്റെ മാളവികാഗ്നിമിത്രം. അഭിനയത്തിൻ്റെ ആവശ്യത്തിനല്ലാതെ തന്നെ നിരവധി സംസ്കൃത തർജ്ജമകൾ ഉണ്ടായിട്ടുണ്ട്. ആധുനിക കാലത്തും സംസ്കൃത നാടകങ്ങൾക്ക് പുതിയ രംഗഭാഷയും രംഗാവതരണവും
സൃഷ്ടിച്ചത് കാവാലം നാരായണ പണിക്കരാണ്. കാവാലം നാരായണ പണിക്കർ സംസ്കൃത നാടകങ്ങളെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. മാധ്യമ വ്യായോഗം, ഊരുഭംഗം, ഭഗവദ്ധജുഗം, ശാകുന്തളം തുടങ്ങിയ നാടകങ്ങളൊക്കെ അദ്ദേഹം സംസ്കൃതത്തിൽ തന്നെയാണ് അരങ്ങിലെത്തിച്ചത്. ശക്തിഭദ്രൻ്റെ ആശ്ചര്യ ചൂടാമണി, കുലശേഖരൻ്റെ സുഭദ്രാ ധനഞ്ജയം, തപതി സംവരണം, മഹേന്ദ്രവർമ്മൻ്റെ ഭഗവദ്ധജുഗം തുടങ്ങിയവയും വ്യാപകമായി അവതരിപ്പിച്ചു പോരുന്ന സംസ്കൃത നാടകങ്ങളാണ്. സ്ത്രീ നാടകവേദി. ആദ്യകാലങ്ങളിൽ സ്ത്രീകൾക്ക് കലാരംഗത്ത് പ്രവർത്തിക്കാനോ എഴുതാനോ ഒന്നും സാഹചര്യങ്ങളുണ്ടായിരുന്നില്ല. സർഗാത്മകതയെ വെളിപ്പെടുത്താനും പങ്കുചേരാനും സ്ത്രീകൾ പിന്നീട് മുന്നോട്ട് വരികയുണ്ടായി. നാടക ലോകത്തും ഇതിൻ്റെ അലയൊലികൾ നമുക്ക് കാണാൻ സാധിക്കും. കുട്ടിക്കുഞ്ഞു തങ്കച്ചി 1890 അജ്ഞാതവാസം എന്ന പേരിൽ സംസ്കൃത നാടകങ്ങളെ അനുകരിച്ച് ഒരു നാടകം രചിക്കുകയുണ്ടായി. 1890 കുട്ടിക്കുഞ്ഞു തങ്കച്ചി അജ്ഞാതവാസം എന്ന പേരിൽ ഒരു നാടകം എഴുതിയത്. ഒരു സ്ത്രീ എഴുതിയ ആദ്യ നാടകമായി ഇതിനെ പരിഗണിക്കാവുന്നതാണ്. 1891 തൊട്ടക്കാട്ടിക്കാവമ്മ സുഭദ്രാർജുനം എന്ന സ്വതന്ത്ര ഭാഷാ നാടകം എഴുതുകയും അത് രംഗത്ത് അഭിനയത്തിനും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. തൻ്റെ സഹോദരി പുത്രനായ TC അച്യുതമേനോൻ്റെ സംഗീത നൈഷധം എന്ന നാടകത്തിൽ 1892 തൃശ്ശൂരിൽ വെച്ച് ഇക്കാവമ്മ നളനായി അഭിനയിച്ച് മലയാള നാടകത്തിൽ അഭിനയിക്കുന്ന ആദ്യ സ്ത്രീയായി. മലയാള നാടകത്തിൽ അഭിനയിച്ച ആദ്യ സ്ത്രീ ഇക്കാവമ്മയാണ്. അത് സംഗീത നൈഷധത്തിൽ നളനായിട്ടാണ് അഭിനയിച്ചത്. വർക്കല അമ്മുക്കുട്ടി, മാവേലിക്കര കമലം, സീതാലക്ഷ്മി, മാവേലിക്കര പൊന്നമ്മ തുടങ്ങിയവർ ഈ രംഗത്തെ ആദ്യകാല നടിമാരായിരുന്നു. വർക്കല അമ്മുക്കുട്ടി, മാവേലിക്കര കമലം, സീതാലക്ഷ്മി, മാവേലിക്കര പൊന്നമ്മ എന്നിവരാണ് നാടക രംഗത്തെ ആദ്യകാലത്തെ നടിമാർ. സ്ത്രീകളെ വീടിനുള്ളിൽ ഒതുങ്ങുന്നതിനെതിരെയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അന്നാചാണ്ടിയെ പോലെയുള്ളവർ നേതൃത്വം നൽകുകയുണ്ടായി. സ്ത്രീ ചിത്തിര തിരുനാൾ ലൈബ്രറിയിൽ നടന്ന നാടക പ്രവർത്തനങ്ങളിലെ സ്ത്രീ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായ ഒന്നാണ്. സ്ത്രീയുടെ ദയനീയ ജീവിതാവസ്ഥകളെ അവതരിപ്പിച്ച കൊച്ചിപ്പൻ തരകൻ്റെ മറിയാമ്മ നാടകം. സ്ത്രീകളുടെ ദയനീയ ജീവിതാവസ്ഥകളാണ് കൊച്ചിപ്പൻ തരകൻ്റെ മറിയാമ്മ നാടകം. സ്ത്രീകളുടെ സ്വാതന്ത്ര്യബോധം ഉണർത്തുന്ന VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. സ്ത്രീ വിദ്യാഭ്യാസം സ്ത്രീയിൽ സൃഷ്ടിച്ച പുതിയ ജീവിതാവബോധങ്ങളും ഉയർത്തെഴുന്നേൽപ്പുകളും വ്യക്തമാക്കുന്ന പ്രേംജിയുടെ ഋതുമതി, MRBയുടെ മറക്കുടക്കുള്ളിലെ മഹാനരകവും സ്ത്രീപക്ഷ സമീപനത്തിലുണ്ടായ സമൂഹത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ നേരിയ പ്രതിഫലനങ്ങളായിരുന്നു. VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, പ്രേംജിയുടെ ഋതുമതി, MRBയുടെ മറക്കുടക്കുള്ളിലെ മഹാനരകം എടുത്തു പറയേണ്ട സ്ത്രീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന നാടകങ്ങൾ തന്നെയായിരുന്നു. നമ്പൂതിരി സമുദായത്തിലെ ഉൽപ്പതിഷ്ണുക്കൾ സമീപിക്കാൻ കഴിഞ്ഞതിലും ശക്തമായി സാവിത്രി അഥവാ വിധവാ വിവാഹം എന്ന നാടകത്തിലൂടെ ലളിതാംബിക അന്തർജനം വിധവാ വിവാഹത്തെ ആവിഷ്കരിച്ചിരിക്കുന്നു. ലളിതാംബിക അന്തർജനത്തിൻ്റെ നാടകമായിരുന്നു സാവിത്രി അഥവാ വിധവാ വിവാഹം എന്നത്. 1940കളിൽ അവതരിപ്പിക്കപ്പെട്ട തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകത്തിൻ്റെ സ്ത്രീകൾ അരങ്ങിൻ്റെ ഭാഗമാവുകയും കേരളത്തിൽ 1948 വരെ ഉണ്ടായിരുന്ന ആദ്യകാല സ്ത്രീപക്ഷ ചിന്തകളുടെ ശക്തമായ സ്വാധീനവും കാണാം. 1940കളിൽ അവതരിപ്പിക്കപ്പെട്ട നാടകമാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം. സ്ത്രീ തൻ്റെ സ്വാതന്ത്ര്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇടങ്ങളെ ചോദ്യം ചെയ്യുന്നതും സ്ത്രീകളുടെ മാനസിക വ്യതകളും സ്ത്രീ സംബന്ധമായ വർഗപരവും ലിംഗപരവുമായ വസ്തുതകളും നമ്പൂതിരി സ്ത്രീകൾ ചേർന്ന് എഴുതിയവർ തന്നെ അഭിനയിച്ച തങ്ങളുടെ സാന്നിധ്യം വെളിവാക്കിയ നാടകമെന്ന നിലയിലും തൊഴിൽ കേന്ദ്രത്തിലേക്ക് ശ്രദ്ധ അർഹിക്കുന്ന ഒന്നായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ നാടകങ്ങൾ സ്ത്രീ സ്വത്ത് നിർമ്മിതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് 1948 മെയ് 25 സ്ഥാപിതമായ ഇപ്റ്റ വലിയ പിന്തുണയാണ് നൽകിയത്. തുടർന്ന് KPSC എന്ന സംഘടന രൂപം കൊണ്ടു. രാഷ്ട്രീയ പ്രചാരണത്തിനായി നിലകൊണ്ട നാടകങ്ങൾ സ്ത്രീസത്ത പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പരിവർത്തനത്തിലൂടെ സ്വാതന്ത്ര്യം സ്ത്രീയിലേക്ക് പരിണമിക്കുന്ന കാഴ്ചയാണ് നൽകിയത്. KPSCയുടെ നാടകങ്ങൾ ശക്തമായ
സ്ത്രീ കഥാപാത്രങ്ങളും സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള നാടകങ്ങളും ആയിരുന്നു അവയെല്ലാം എന്ന് തന്നെ പറയാം. മലബാർ കേന്ദ്ര കലാസമിതിയിലൂടെ അരങ്ങത്ത് വന്ന ഒരു നടിയായിരുന്നു നിലമ്പൂർ ആയിഷ. മലബാർ കേന്ദ്ര കലാസമിതിയിലൂടെ പുറം ലോകം കണ്ട ഒരു നടിയായിരുന്നു നിലമ്പൂർ ആയിഷ. അതുപോലെ ക്രമേണ നാടകവേദികൾ തൊഴിലിടങ്ങളായി മാറുകയും അതോടൊപ്പം തന്നെ ആത്മപ്രകാശനത്തിനുള്ള ഉപാധിയാവുകയും ചെയ്തിട്ടുണ്ട്. ഇതേ സമയം അരങ്ങിലെത്തുന്ന സ്ത്രീയുടെ അവസ്ഥ മിക്കവാറും ദയനീയവുമായിരുന്നു. സ്ത്രീകളുടെ മാത്രമായ പ്രശ്നങ്ങളെ സ്ത്രീകൾ തന്നെ നേരിടുന്ന വിധത്തിൽ സ്ത്രീ നാടകവേദിയും രൂപം കൊണ്ടു. വിഷയം തിരഞ്ഞെടുക്കുന്നതും അവതരണ രീതി രൂപപ്പെടുത്തുന്നതും സ്ത്രീയുടെ സ്വത്വം സാധ്യമാകും വിധമാണ് ഇത്. രംഗഭാഷയ്ക്കും ശരീരഭാഷയ്ക്കും പ്രാധാന്യം നൽകിയാണ് ഇതിൽ അവതരണം നിർവഹിക്കപ്പെടുന്നത്. രംഗഭാഷയ്ക്കും ശരീരഭാഷയ്ക്കും പ്രാധാന്യം നൽകിയാണ് സ്ത്രീ നാടകങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. സ്ത്രീപക്ഷ നാടകവേദിയുടെ അടിത്തറയിൽ നിന്ന് പഴയ കൃതികളെ സ്ത്രീയുടെ വീക്ഷണകോണിലൂടെ പുനർവായനയിൽ പുനഃസൃഷ്ടി നടത്താൻ ശ്രമിച്ചതോടൊപ്പം തന്നെ ആൺകോയ്മയെ മാറ്റി നിർത്തി തങ്ങളുടെ സ്ഥാനം നിലനിർത്താനും സ്ത്രീകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പഴയകാല കൃതികളെ സ്ത്രീ വീക്ഷണകോണിലൂടെ അവതരിപ്പിക്കാൻ സ്ത്രീപക്ഷ നാടകവേദികൾ ശ്രമിക്കുകയുണ്ടായി. 1986 സ്ത്രീ വിമോചന സംഘടനയായ മാനുഷി സാറാ ജോസഫിൻ്റെ രചനയിൽ 20 പേരടങ്ങുന്ന സ്ത്രീകൾ ചേർന്ന് തെരുവ് നാടകങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. മാനുഷി സാറാ ജോസഫിൻ്റെ രചനയിലാണ് 20 പേരടങ്ങുന്ന സ്ത്രീകൾ ചേർന്നാണ് തെരുവ് നാടകങ്ങളാണ് ഇവർ അവതരിപ്പിച്ചത്. 1987 സമത നടത്തിയ കലാജാഥയിൽ സമകാലിക സ്ത്രീ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുകയും അത് സമൂഹത്തിന് മുന്നിൽ സ്ത്രീ അനുഭവിക്കുന്ന യാതനകൾ ശക്തമായി അനുഭവപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തും വീട്ടിലും പുറത്തും ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീത്വത്തെ തങ്ങളുടെ കലാജാഥകളിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി. CS ചന്ദ്രിക, പാർവതി T, CV സുധി, ശ്രീലത, അന്നപൂർണ, E രാജേശ്വരി, സജിത മഠത്തിൽ, KV ശ്രീജ തുടങ്ങിയവരൊക്കെ സ്ത്രീ നാടകവേദിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. എടുത്തു പറയേണ്ട ഒരു എഴുത്തുകാരിയാണ് KV ശ്രീജ. അവരുടെ നാടകങ്ങൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടവയാണ്. കല്യാണസാരിയും ഓരോരോ കാലത്തിലുമൊക്കെ എടുത്തു പറയേണ്ട ശ്രീജയുടെ നാടകങ്ങളാണ്. അടുത്ത ചോദ്യം, നിശ്ചല ഛായാചിത്രവും ചലച്ചിത്രവും തമ്മിലുള്ള വ്യത്യാസം. സിനിമയിൽ നിശ്ചല ഛായാചിത്രങ്ങൾ കടന്നു വരാറുണ്ട്. പലപ്പോഴും ഇത് കഥാപാത്രങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോകൾ എന്ന നിലയ്ക്കോ വിവാഹ ഫോട്ടോകൾ എന്ന നിലയ്ക്കോ മുഖഭാഗ ചിത്രങ്ങൾ എന്ന നിലയ്ക്കോ ആയിരിക്കാം. പലപ്പോഴും ഇത് കഥാപാത്രങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോകൾ എന്ന നിലയ്ക്കോ വിവാഹ ഫോട്ടോകൾ എന്ന നിലയ്ക്കോ മുഖഭാഗ ചിത്രങ്ങൾ എന്ന നിലയ്ക്കോ ആയിരിക്കാം. അടൂർ ഗോപാലകൃഷ്ണൻ്റെ ചിത്രങ്ങളിൽ ഇത്തരം നിശ്ചല ഛായാചിത്രങ്ങൾ പ്രാധാന്യത്തോടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. സ്വയംവരം, മുഖാമുഖം, എലിപ്പത്തായം, കൊടിയേറ്റം തുടങ്ങിയ സിനിമകളിൽ ഏറെ പ്രാധാന്യത്തോടെയാണ് ഇത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കളർ സിനിമയിൽ കറുപ്പിലും വെളുപ്പിലുമുള്ള നിശ്ചല ഛായാചിത്രങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചേർക്കുമ്പോൾ അവക്ക് കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിയാറുണ്ട്. നിശ്ചല ഛായാചിത്രങ്ങൾ സിനിമയിൽ ഉപയോഗിക്കുമ്പോഴെല്ലാം മരണം, ഓർമ്മ, ഗൃഹാതുരത്വം, ചരിത്രം, ഭൂതകാലം തുടങ്ങിയ പ്രമേയങ്ങളുമായി അവ ബന്ധപ്പെട്ട് കിടക്കുന്നത് കാണാനാകും. മരണം, ഓർമ്മ, ഗൃഹാതുരത്വം, ചരിത്രം, ഭൂതകാലം തുടങ്ങിയ പ്രമേയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കാണാനാകും. ആരാധനാ വിഗ്രഹം പോലെയാണ് ഒരു നല്ല നിശ്ചല ഛായാചിത്രം കാണികളുടെ മുന്നിൽ നിലകൊള്ളുന്നത്. ആരാധനാ വിഗ്രഹം പോലെയാണ് ഒരു നല്ല നിശ്ചല ഛായാചിത്രം കാണികളുടെ മുന്നിൽ നിലകൊള്ളുന്നത്. സിനിമയാകട്ടെ ബാഹ്യമായ ചലനത്തിലും കെനസിസ് എന്ന ആസ്വാദന സ്വഭാവത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നു. ഇതിന് വിരുദ്ധമായ ദിശയിലേക്ക് സിനിമയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സംവിധായകരും ഉണ്ട്. ചലനത്തിൻ്റെ വേഗത കുറച്ച് ചലച്ചിത്രത്തെ വീണ്ടും നിശ്ചലതയോട് അടുപ്പിക്കുന്നവരെയും സിനിമയിൽ കാണാനായിട്ട് കഴിയും. ചിത്രത്തിൽ നിന്നും ചിത്രത്തിലേക്ക് പ്രേക്ഷകൻ്റെ കണ്ണുകൾ വേഗത്തിൽ നീങ്ങുന്നതിന് പകരം ഒരേ ദൃശ്യതലത്തിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മണിക്കൗളും ബ്രെസനും അരവിന്ദനും കാൾഡയറും കുമാർ സാഹ്നിയും തർക്കോവിസ്കിയും ഇത്തരമൊരു സിനിമയുടെ ആദർശമാണ് പിന്തുടരുന്നത്. എപ്പോഴും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ് സിനിമ പ്രേക്ഷകന് നൽകുന്നത്. എന്നാൽ
നിശ്ചല ഛായാചിത്രങ്ങൾ ഭൂതകാലത്തിലേക്കുള്ള സഞ്ചാരമാണ്. നിശ്ചല ഛായാചിത്രങ്ങൾ ഭൂതകാലത്തിലേക്കുള്ള സഞ്ചാരമാണ്. അതുപോലെ വർത്തമാനകാല സ്വഭാവമാണ് കോമഡി സിനിമകൾക്കുള്ളത്. വർത്തമാനകാല സ്വഭാവമാണ് കോമഡി സിനിമകൾക്കുള്ളത്. നിശ്ചല ഛായാചിത്രങ്ങൾ കൂടുതൽ സ്ഥിരതയുള്ളവയാണ്. അവ സ്ഥിരവും യാഥാർത്ഥ്യവുമായി നമ്മുടെ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുന്നു. സിനിമ മായിക ലോകത്തേക്ക് പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. സിനിമയെ അപേക്ഷിച്ച് സ്ഥിരത ഉണ്ടെന്നതാണ് നിശ്ചല ഛായാഗ്രഹണത്തിൻ്റെ സവിശേഷത. സിനിമ നമ്മെ മായിക ലോകത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. സിനിമയെ അപേക്ഷിച്ച് സ്ഥിരത ഉണ്ടെന്നതാണ് നിശ്ചല ഛായാഗ്രഹണത്തിൻ്റെ സവിശേഷത. ചലച്ചിത്രവും നിശ്ചല ഛായാചിത്രവും തമ്മിലുള്ള വ്യത്യാസവും ചലനവുമായി ബന്ധപ്പെടുന്നതാണ്. ചലച്ചിത്രവും നിശ്ചല ഛായാചിത്രവും തമ്മിലുള്ള വ്യത്യാസം ചലനവുമായി ബന്ധപ്പെടുന്നതാണ്. ചലച്ചിത്രം വർത്തമാനകാല സംബന്ധിയാണെങ്കിൽ നിശ്ചല ഛായാചിത്രങ്ങൾ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളാണ് ഉണ്ടാക്കുന്നത്. ഒരു സിനിമ കാണുമ്പോൾ യാഥാർത്ഥ്യമാണ് താൻ കാണുന്നതെന്ന് പ്രേക്ഷകൻ വിചാരിക്കുന്നു. ചലച്ചിത്രത്തിൻ്റെ ചലനവേഗത കുറച്ചുകൊണ്ട് നിശ്ചലതയോട് അവയുടെ യാഥാർത്ഥ്യത്തോട് അടുപ്പിക്കുന്ന രീതിയിൽ സിനിമകൾ നിർമ്മിക്കുന്ന സംവിധായകർ ധാരാളമുണ്ട്. ഇത് വളരെ വ്യത്യസ്തമായ അനുഭവമാണ് പ്രേക്ഷകന് നൽകുന്നത്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദൃശ്യകലാ സാഹിത്യത്തിൻ്റെ മറ്റു 2-3 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവ കൂടി എല്ലാവരും കാണുക. ക്ലാസ്സുകൾ പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.